മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ പത്തനംതിട്ട പുറമറ്റത്തെ വീടിന് മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള പ്രവേശന വഴി. കെ സി ജോസഫ് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് യൂത്ത് കോൺഗ്രസുകാരെ പട്ടിയെ വിട്ട് ഘടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു മുൻകാല യൂത്ത് കോൺഗ്രസുകാരൻ എന്ന നിലയിൽ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഗേറ്റുമില്ല, പട്ടിയുമില്ല, പിന്നെ എങ്ങനെ അത് പറ്റും? എന്തുകൊണ്ടാണ് അങ്ങ് ഗേറ്റ് ഇടാത്തത്? എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് വരണം. എൻ്റെ ചെറുപ്പം മുതൽ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ ഒരു സമീപനമോ വീട്ടിൽ ഗേറ്റ് ഉണ്ടാകില്ല. ഏത് സമയത്തും ആർക്കും വരാം. അതതിനകത്ത് കാര്യം. ആ വിമർശനത്തെ തള്ളിക്കളയുന്നു. തള്ളിക്കളയാതെ പിന്നെ എന്താ ചെയ്യുന്നത്? ഓക്കെ, ചില കോണിൽ നിന്ന് വിമർശനം വന്നു. അങ്ങേക്ക് വേണമെങ്കിൽ ദില്ലിയിലോ ദില്ലിയിലായിരുന്നല്ലോ പ്രവർത്തനം, കൂടുതൽ യൂത്ത് കോൺഗ്രസുകാരെ സഹായിച്ചില്ല നാട്ടിൽ വന്നിട്ട് എന്നൊരു വിമർശനം കൂടി പറയുന്നുണ്ട്. അതെങ്ങനെ ഡൽഹി ഇരുന്നോണ്ട് സഹായിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് അല്ല, എല്ലാ പാർട്ടി ഘടകങ്ങളെയും എൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്നുണ്ട്. പി ജെ കുര്യന്റെ പ്രതികരണം ഇതുതന്നെയാണ്. ഇപ്പം നമുക്ക് കാണാം, അദ്ദേഹം പറഞ്ഞത് തൻ്റെ വീട്ടിൽ ഗേറ്റ് ഇല്ല, പട്ടിയില്ല എന്നാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പ്രവേശന വഴി. ഇവിടെ ഗേറ്റ് ഇല്ല. കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് ഒരു പഴയ വീടാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. തനിക്ക് വേണമെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ, അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ വേണമെങ്കിൽ ദില്ലിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ താമസം മാറ്റാം. പക്ഷേ താൻ അങ്ങനെ ശ്രമിച്ചില്ല. താൻ തൻ്റെ ഗ്രാമത്തിൽ തന്നെ, തൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അത് പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.